വിശ്വനാഥൻ സൺസ് കണ്ടു. ഞാൻ ഇന്നലെ കണ്ടു പടം. പക്ഷേ ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു. അതാണ് വീഡിയോ ഇടാൻ വൈകിയത്. ഇറ്റ്സ് ലൈക്ക് ഒരു ഒരു ആവറേജ് മൂവി. ഒരു കുഴപ്പമില്ലാത്ത ഒരു ഫാമിലി ഓറിയന്റഡ്, ഫാമിലി ഫ്രണ്ട്ലി മൂവിയാണ്. പക്ഷേ ഈ പടം എനിക്ക് പേഴ്സണലി പറ്റിയില്ല. ഇറ്റ്സ് നോട്ട് മൈ കൈൻഡ് ഓഫ് മൂവി എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ മോശമാണ് എന്നല്ല. എനിക്ക് പറ്റിയില്ല അത്രേ ഉള്ളൂ. പക്ഷേ ഫാമിലി ഓഡിയൻസിന് നിങ്ങളിപ്പോൾ ഈവൻ ദോ ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്. എനിക്ക് എൻ്റെ ഫാമിലിയുള്ള മറ്റുള്ളവർക്ക് പറ്റി. എനിക്ക് പറ്റില്ല. കാരണം എനിക്കിതൊരു രണ്ടാമത്തെ ഷോട്ടിൽ തന്നെ എനിക്ക് ഈ പടം ഈ സീരിയൽ അയ്യേ പെട്ട് എന്ന് പറഞ്ഞ ആ ഒരു മൈൻഡായിരുന്നു. പിന്നെ അങ്ങോട്ട് ഫുൾ ഓൺ ഫുൾ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ നല്ല എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ത്രൂ ഔട്ട് ഒരു സീരിയലിസ്റ്റിക് ഭയങ്കര അധികം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പടങ്ങളുണ്ടല്ലോ, എനിക്കത് തീരെ പറ്റില്ല. ടിപ്പിക്കലി എനിക്കിത് സൂര്യയുടെ ഒരു വാരിസ് എന്ന രീതിയിലാണ് എനിക്ക് തുടക്കം മുതൽ എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഫാമിലി ആണെങ്കിൽ ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന സാധനമാണ്. എനിക്ക് എന്തുകൊണ്ട് ഇത് പറ്റിയില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇനി പറയാൻ പോകുന്നത്. കാരണം പല സമയത്ത് ഈ പടം ഭയങ്കര ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്റ്റേജ് പ്ലേ പോലെ, ഭയങ്കര നാടകം പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ശരിക്കും സീരിയലൈസ്ഡ് ആയിട്ട്. ഇപ്പോൾ സീരിയലൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കൊടുക്കുക, അല്ലെങ്കിൽ സീരിയൽ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടേഴ്സിനെ സെറ്റ് ചെയ്യുക. നമ്മൾ വീട്ടിലടക്കം ഫുൾ ഡ്രസ്സിൽ ഫുൾ മേക്കപ്പിലൊക്കെ ആയിരിക്കും ക്യാരക്ടർ. നമ്മൾ ടിപ്പിക്കലി നമ്മളെങ്ങനെയായിരിക്കും വീട്ടിൽ, അതാണ് ശരിക്കും റിയൽ ആയിട്ടൊരു പടത്തിൽ കാണിക്കേണ്ടത്. ഇതിലങ്ങനെയല്ല. എല്ലാം അങ്ങനത്തെ വരുന്ന സീരിയൽ പടങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. മിക്കവാറും വരുന്ന തെലുങ്ക് പടത്തിലൊക്കെ ഇതേ സ്കീം തന്നെ ഉണ്ട്. എനിക്ക് ആ ടൈപ്പ് എനിക്ക് തീരെ പറ്റില്ല. വാരിസൊക്കെ കണ്ടിട്ടില്ല. വലിയൊരു ബംഗ്ലാവ്, അതിനകത്ത് കുറേ ആൾക്കാർ വീട്ടിന് മരിക്കാൻ കിടക്കുമ്പോൾ പോലും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നൊക്കെ പറയുന്ന പോലെ ഫുൾ മേക്കപ്പിൽ, ഫുൾ ജ്വല്ലറിയിലൊക്കെ കിടക്കുന്ന മറ്റേ സെറ്റപ്പ് ഉണ്ടല്ലോ. പിന്നെ ഈ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് വിശ്വനാഥിൻ്റെ ഈ മകനെ അവൻ്റെ അമ്മ സ്വീകരിക്കുമോ, ഈ കുടുംബത്തിന് എന്ത് പറ്റുന്നുള്ള ആ ഒരു സ്കീമുണ്ടല്ലോ. ഇതിൻ്റെ ട്രെയിലർ അല്ലെങ്കിൽ ഇതിൻ്റെ കട്ട്സൊക്കെ വെച്ച് വേണമെങ്കിൽ അങ്ങനെ എടുത്ത് ഊക്കാം. അങ്ങനത്തെ ഒരു പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ സാധനം ഇറ്റ്സ് നോട്ട് മൈ കൈൻഡ് ഓഫ് സാധനം. ആൻഡ് ഈ പടത്തിൽ എനിക്ക് അപ്പാർട്ട് ഫ്രം അല്ലെങ്കിൽ സൂര്യയേക്കാൾ കൂടുതൽ എനിക്ക് ഈ പടത്തിൽ ഷൈൻ ചെയ്തു എന്ന് തോന്നിയത് മമിതയാണ്. ഇറ്റ്സ് ഹെർ മൂവി കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട്. ആ പടത്തിനെ പല സമയത്തും സൂര്യയേക്കാൾ ഔട്ട്ഷൈൻ ചെയ്യുന്നുണ്ട് മമിത. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് ആ പടത്തിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത് ഞാൻ കുറച്ചേരെങ്കിലും കണ്ടിരുന്നത്. പക്ഷേ ചില നേരത്തൊക്കെ ആ ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി മറന്നു പോകുന്നുണ്ട് ഈ പടം. ഡയറക്റ്റ്ലി സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോൾ ആവശ്യമില്ലാത്ത കുറേ ആക്ഷൻ സീക്വൻസുകളൊക്കെ വെച്ച് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രോപ്പർ ഒരു ടെംപ്ലേറ്റ് സാധനമാണ്. ആക്ഷൻ ഉണ്ട്, ഫൈറ്റിന് വേണമെങ്കിൽ ഫൈറ്റ് ഇറക്കി എന്ന് പറഞ്ഞിട്ട് മറ്റേ വൈറസിലെ ആൾ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞില്ലേ, സെയിം സാധനം തന്നെ. ഇറ്റ്സ് നോട്ട് സൂര്യയ്ക്ക് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നതായിരുന്നു എനിക്ക്. ശരിയാണ്, ഇടയ്ക്കിടയ്ക്ക് കൊമേഴ്ഷ്യൽ പടങ്ങളും ഫാമിലി പടങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ആളുടെ പൊട്ടൻഷ്യൽ ഇങ്ങനെ വലിച്ചെടുക്കുന്ന കുറേ പടങ്ങളുണ്ടല്ലോ. ആരാണെന്നുള്ള നമുക്കറിയാം. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, ഈ റോൾ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത് ഇന്ന സൂര്യ വേണമെന്നൊന്നുമില്ല, ആര് വന്നാലും ചെയ്യാൻ പറ്റുന്ന റോളാണ്. പക്ഷേ സൂര്യക്ക് ഇതല്ല. അതിനേക്കാൾ ഞാൻ പറഞ്ഞത് ഫാമിലി പടമാണെങ്കിൽ കൂടി ആ ഒരു ഇമോഷൻസൊക്കെ പ്രോപ്പർലി കൺവേ ചെയ്യുന്ന കുറേ ഒരു സോളായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. ഈവൻ നമ്മൾ പണ്ട് പിതാമഹനൊക്കെ ചെയ്ത് ഓർമ്മയുണ്ടാകും. ആ രീതിയിലുള്ള സാധനങ്ങൾ ഇപ്പോഴും ചെയ്യാൻ ഇപ്പോഴും ഫുൾ ഓഫ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. ആളെ വെച്ച് ഇങ്ങനത്തെ ഒരു നോർമൽ ടിപ്പിക്കൽ ക്ലീഷേഡ് ഇത് എന്നാൽ വലിയ സുഖമുണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല. അങ്ങനെ ഈ ചില നേരത്തൊന്നും പടത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളേ ഇല്ല, ഭയങ്കര പ്ലെയിനായിട്ട്. പിന്നെ നമ്മൾ ഈ പടം എടുത്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ കട്ട് ചെയ്യുമെന്ന് പറയുന്നവരെ നമ്മൾ കുറച്ച് നേരം നിൽക്കില്ലേ. ഈവൻ നമ്മൾ ഫോണിൽ റീൽ എടുക്കുമ്പോൾ പോലും ഷോട്ട് കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡും നിൽക്കും. ഇത് കഴിഞ്ഞോ, കട്ട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ സാധനങ്ങളടക്കം ഇവിടെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല, അങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് ചില സീനുകളിൽ ആ ക്യാരക്ടർ എന്ത് പറ്റിയെന്ന്, അതായത് ക്യാരക്ടർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കും കുറച്ച് നേരത്തേക്ക്, ഡയറക്ടർ എപ്പോഴാണ് കട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് ആ സമയത്ത് സ്കോറൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അത് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് എനിക്ക് പറ്റിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഫാമിലി ആണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. പ്ലോട്ടൊക്കെ വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് മൈ കൈൻഡ് ഓഫ് മൂവി. യു മൈറ്റ് ലൈക്ക് ഇറ്റ്. സോ തീർച്ചയായിട്ടും നോക്കി നോക്കുക. കണ്ടിട്ട് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. നന്ദി.